സോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സഹോദരങ്ങൾക്കെല്ലാം നമസ്കാരം. ഇത് ആക്ച്വലി നമ്മൾ കുറച്ച് നാൾ മുമ്പേ പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു കുറച്ച് റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യണം. അതായത് ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരനാണ്. അതായത് ഒരു ഫോൺ വെച്ച് വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടുപോകുന്ന ഒരുത്തനാണ്. പക്ഷേ അളിയ ചില സാധനങ്ങൾ കാണുമ്പോൾ നമ്മുടെ പെരുവിരലിൽ നിന്ന് ഇങ്ങനെ പോവും. അതായത് കമന്റ് സെക്ഷൻ ആണെങ്കിലും ചില തന്തയിലാഴ്മകൾ കാണുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു വാക്കുകളൊന്നും മാക്സിമം നമ്മൾ ഒഴിവാക്കി എൻ്റെ സ്വന്തം തോട്ട്, അതായത് ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ എൻ്റെ തോട്ടുകളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ മാസ്ക് എന്തിനാണെന്ന്. സോ ഈ മാസ്ക് നന്മ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ചില കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ചില നന്മ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ മാസ്ക് വെച്ചാലേ പറ്റുള്ളൂ എന്നുള്ളതായി ഇപ്പോഴത്തെ സാഹചര്യം. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നമുക്കിനി വഴിയെ പരിചയപ്പെടാം. അപ്പം നമുക്ക് നല്ല തലതെറിച്ച വീഡിയോയിലേക്ക് ഇപ്പൊ നിലവിൽ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. എനിക്ക് മറ്റേ വ്യക്തിത്വത്തിനെ പോലൊക്കെ പ്ലക്കാണെന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ കാര്യം പോലെ പറയും. സോ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താട്ടോ ചെയ്യാൻ പോണേ. സോ എല്ലാം നിങ്ങൾ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്തായിരിക്കും. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങുവാണേ ഞാന് ഇപ്പൊ തുടങ്ങട്ടെ ഞാന് എന്തോ വെച്ചാ തുടങ്ങുന്നത്. അപ്പോ നിലവില് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാല്, ഇപ്പോ മലയാള സിനിമയുടെ ഒരു മഹത്വ വ്യക്തി, ഒരു മഹാനടൻ ആയിരുന്നു ശ്രീനിച്ചേട്ടൻ. സോ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയായിരിക്കും. ഈ പറഞ്ഞ പൊടി കുഞ്ഞുങ്ങൾക്ക് വരെയും അറിയായിരിക്കും ശ്രീനിച്ചേട്ടൻ നമ്മളെ വിട്ടു പോയ കാര്യവും ശ്രീനിച്ചേട്ടൻ മലയാളത്തിന്റെ ആരായിരുന്നുള്ളത് അവരുടെ പിതാക്കൾക്ക് അറിയായിരിക്കും. സോ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു, ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. സോ ഇതിനിടയ്ക്ക് ഇപ്പോഴും നിലവിൽ ഞാനിത് പറയാനുണ്ടായ കാര്യം, ഇപ്പോ ഒരു 4-5 ദിവസം പിന്നിട്ട് ഇപ്പോഴും ഇതിന്റെ പല ചർച്ചകളും ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഈ വ്യഭിചരിച്ച സ്ഥലത്ത് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, പുള്ളിയുടെ മകൻ, അതായത് നമ്മുടെ കേരളത്തിന്റെ മുഖ്യം വന്നപ്പോ പുള്ളിയുടെ മകൻ എന്ത് ചെയ്തു? പുള്ളിയുടെ അപ്പൻ, പിതാവ് മരിച്ചു കിടക്കുവാണല്ലോ. അപ്പോ ആ ദുഃഖത്തിൽ ഇരുന്നു പോയി അദ്ദേഹം. ആ ഒരു ദുഃഖത്തിൽ ഇരുന്നു പോയി. പിണറായി വന്നപ്പോ സാറേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ എല്ലാവരുടെയും പ്രശ്നം അത് തന്നെയാണ്. പുള്ളി വന്നപ്പോ എഴുന്നേറ്റ് നിന്ന് പുള്ളിനെ തൊഴുവാൻ പറ്റിയില്ല എന്നുള്ളൊരു സംഭവമാണ്. സോ ഇത് തന്നെയാണ് ഇപ്പൊ കണ്ടുകൊണ്ട്, അതായത് ഇപ്പൊ ഞാൻ എങ്ങോട്ട് സ്ക്രോൾ ചെയ്തപ്പോ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്നത് മൊത്തം ഇത് തന്നെ കേട്ടോ. സോ നമുക്ക് എന്തായാലും അതൊന്ന് നോക്കാം. ഇപ്പം എന്താണ് അവസ്ഥ എന്ന് നോക്കാം. ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവം ഇതാണ്. മരിച്ചത് അച്ഛനാണ്, പക്ഷേ അവിടെ വന്നത് കേരളത്തിന്റെ താൻ അച്ഛനും രക്ഷാധികാരിയുമായ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ എഴുന്നേറ്റു നിൽക്കുന്നതാണ് തന്റെ ഒരു ശരി. എടാ, ഈ കമന്റ് ഇട്ടൊരു വ്യക്തിയോട് ഞാൻ പറയുക, എടാ അവന്റെ ഉള്ളിലെ വിഷമം, അതായത് അവന്റെ പിതാവ് അവിടെ മരിച്ചു കിടക്കുമ്പോ അവന്റെ ഉള്ളിലുള്ള വിഷമം എന്ന് പറയുന്നത് അത് അവന്റെ പേഴ്സണലാ. അതായത് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്തായിക്കോട്ടെ, അല്ലെങ്കിൽ അവനെ വളർത്തിയ കാലത്തായിക്കോട്ടെ, അദ്ദേഹത്തിനടുത്ത് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അത് അവൻ അവൻ എന്ന് പറയാനല്ല കേട്ടോ, എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ പുള്ളിയുടെ ക്യാരക്ടർ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. എനിക്ക് ആ പുള്ളിയുടെ ആ ഒരു അടിച്ചു നിൽക്കുന്ന സാധനമില്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ജെന്യുവിനാണ്. ഒരു ജാട്ടയോ ആരെങ്കിലൊക്കെ വന്നിട്ട് തിയേറ്ററിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഒരു പടം അഭിനയിച്ചിട്ട് വന്ന് അതിന്റെ പ്രൊമോഷൻ വന്നിട്ട് പറയുമോ പൊന്നുമക്കളെ കാശുള്ള പോയി കാണല്ലേന്ന്. അപ്പോ എന്നുള്ളൊരു സാധനമല്ല, പുള്ളി ഒരു നോർമൽ പേഴ്സൺ ആണ്. സോ എനിക്ക് അതുകൊണ്ട് തന്നെ പുള്ളിനെ വ്യക്തിപരമായി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഈ കമന്റ് ഇട്ടത് ഇങ്ങനെയാണ്, അതായത് മരിച്ചെടുത്ത് പിണറായി വന്നപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു, എഴുന്നേറ്റില്ല, ബഹുമാനിച്ചില്ല എന്നൊക്കെ ഉള്ളതാണ് ഇതിന്റെ കേസ് എന്ന് പറയുന്നത്. അവന്റെ അവസ്ഥ അവനല്ലേ മനസ്സിലാവുള്ളൂ. അവൻ എന്ത് അവസ്ഥയിലാണ് അപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അതിപ്പോ പോട്ടെ, എന്റെ കേസിൽ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ, എന്റെ വീട്ടിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോ അവിടെ ആരോ വന്നോട്ടെ, ഇനി ഇതിന്റെ അപ്പുറത്ത് ഏതെങ്കിലും മന്ത്രിമാരുണ്ടെങ്കിൽ പ്രധാനമന്ത്രി വന്നോട്ടെ, ഇവരെ ഞാൻ ഇപ്പോഴാ കാണുന്നത്. പ്രധാനമന്ത്രിയൊക്കെ ഏതാ? എന്നെ ഉണ്ടാക്കി എന്നെ വളർത്തിയ ആളാ കിടക്കുന്നതല്ലേ.
അപ്പോ സ്വാഭാവികമായിട്ട് ഞാൻ അവിടെ ഇരുന്ന് കരയോ ഇത് വരുന്നവനെയൊക്കെ ഇങ്ങനെ തൊഴി. ചിലപ്പോൾ ഈ കമന്റ് ഇട്ടവൻ അങ്ങനെ അറിയും കേട്ടോ. ഇവൻ ശരിക്കും പറഞ്ഞ ഇവന്റെ തന്ത ചിലപ്പോൾ ചാവുമ്പോൾ ഇവൻ ഇങ്ങനെ നോക്കിയിരിക്കും. എന്റെ വീട്ടിലായാലും പ്രമുഖ വ്യക്തികൾ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കുനിഞ്ഞു നിൽക്കാന്ന്. മോനെ അതിന്റെ സ്വാഭാവികം അല്ല, അതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. ഇത് നിങ്ങൾ ഏത് തരത്തിൽ ഉൾക്കൊള്ളും എനിക്ക് അറിയത്തില്ല. പക്ഷേ ജെനുവിനായിട്ടുള്ള ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ ഈ കമന്റ് ഇടുന്നതിന് മുമ്പും അവനെ ക്രൂശിക്കുന്നതിന് മുമ്പും എന്ത് ചെയ്യുക, ഈ പുള്ളിയുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ അതാ. അപ്പോ ഒരു കോള് വന്നു കേട്ടോ, അതാ കട്ടായത്. അപ്പോ ഇനിയിപ്പോ ഈ കമന്റ് ഇടുന്ന ആൾക്കാർ പോയിട്ട് എന്ത് ചെയ്യുക, ഒരാളുടെ ആ മാനസിക അവസ്ഥയ്ക്ക് കുറച്ച് വില കൊടുക്കുക. എന്നിട്ട് അവനെ മന്ത്രി വന്നപ്പോ പൊങ്ങിയില്ല, മന്ത്രി വന്നപ്പോ എണ്ണിട്ട് നിന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയാൻ പോവുക. ഓക്കെ, ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ നമുക്ക് അടുത്തടുത്തേക്ക് പോവാം. അതും ഈ പറഞ്ഞതുപോലെ ശ്രീനിവാസൻ ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കേസ് തന്നെയാണ്. സംഭവം ഇതാണ്, ജയറാമേട്ടൻ. ഓക്കെ, ജയറാമേട്ടൻ, അതായത് ജയറാം, ആക്ടർ ജയറാം, പുള്ളിയുമായിട്ട് ഒരുപാട് കണക്ട് ചെയ്ത്, അതായത് ഒരുപാട് ഇവർ തമ്മിൽ കൊളാബ് ചെയ്ത സിനിമകളൊക്കെ വന്നിട്ടുള്ളതാണ്. ഇവർ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോ എല്ലാവരും, അതായത് ഈ പുള്ളിയുടെ മരണത്തിന് ഓൾമോസ്റ്റ് ശ്രീനിച്ചേട്ടന്റെ മരണത്തിന് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും വന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മലയാള സിനിമയിലെ ഓൾമോസ്റ്റ് എല്ലാ അദ്ദേഹവുമായി ബന്ധം പുലർത്തിയതും ഒരുപാട് ആൾക്കാർ വന്നിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ കമന്റ് ബോക്സിൽ മുഴുവനും ജയറാം എവിടെയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ചോദ്യം. ഓക്കെ, അപ്പോ എനിക്കും അറിയില്ലായിരുന്നു. അപ്പൊ എന്തായാലും നിലവിൽ ജയറാം തന്നെ പറയുന്നുണ്ട് ജയറാം എവിടെയായിരുന്നു എന്നുള്ളത്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ഓക്കെ, ഇവിടെ നടക്കുന്ന ഈ ഷൂട്ടിംഗ് മദ്രാസിൽ നടക്കുന്നതുകൊണ്ട് അത് നിർത്തി പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് ഒരുപാട് പ്രാർത്ഥനകൾ പറയാന്ന് പറയുന്നത് പുള്ളിക്ക് അറിയില്ല എന്നുള്ളതാണ് കാര്യം. അതായത് വരേണ്ട ഒരാളായിരുന്നെങ്കിൽ, പുള്ളി ചെന്നൈയിൽ ഷൂട്ടിങ്ങിന് നിൽക്കുവാണ്, സ്വാഭാവികമായിട്ടും സിനിമാക്കാരാണ്, ഷൂട്ടിംഗ് ഉണ്ടാവും, ചിലപ്പോൾ വെറുതെ ഇരിക്കും, സ്വാഭാവികമാണ്. അതിനിപ്പോ എത്ര വലിയ ഷൂട്ടിങ്ങോ ആയിക്കോട്ടെ, ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു കുറഞ്ഞ നടനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഡയറക്ടറിന്റെ അടുത്ത് നിന്ന് പെർമിഷൻ കിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് വരാൻ കഴിയില്ല. അതിനിപ്പോ ഏത് ലാംഗ്വേജിലും ആയിക്കോട്ടെ, പുള്ളി അപ്പൊ തമിഴ് ഇൻഡസ്ട്രിയിലാണ് പുള്ളി അഭിനയിക്കുന്നത് കൂട്ടിക്കോട്ടെ, ആ ഇൻഡസ്ട്രിയിലുള്ള മെയിൻ നടനായ സൂര്യ വരെയും ഈ പറഞ്ഞ ചടങ്ങിൽ എത്തിയിരുന്നു. അപ്പൊ ഇതൊരിക്കലും ഒരു റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നതാണ് എന്റെ ഒപ്പീനിയൻ. അതാണ് പുള്ളി ഈ പറഞ്ഞത് തിരക്കായതുകൊണ്ടോ, അല്ലെങ്കിൽ അവിടുന്ന് ഒരു മണിക്കൂർ, അതായത് 1 hour മതി. പുള്ളി ചെന്നൈയിലാണ് ഷൂട്ടിംഗ് നടത്തിയിരുന്നതെങ്കിൽ അവിടുന്ന് എറണാകുളത്തേക്ക് വരാൻ 1.25 മണിക്കൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലൈറ്റിൽ ഇവിടെ എത്താം. അവിടുന്ന് ഒരു അരമണിക്കൂർ ട്രാവൽ ചെയ്താൽ ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്താം, ഈ മരണപ്പെട്ട ശ്രീനിയേട്ടന്റെ വീട്ടിലെത്താം. അപ്പോ ഇതൊരു മുട്ടാത്തർക്കമായ ഒരു കാരണം, അതായത് അയാൾ വരാൻ പറ്റിയില്ല എന്നുള്ളത് വേറൊരു കേസ്. അതിന്റെ ഷൂട്ടിങ്ങിനെ പരിചാരി പുള്ളി അങ്ങനെ കൊണ്ടുപോകുന്നുള്ളതാണ് എനിക്ക് തോന്നി കേട്ടോ. പുള്ളിക്ക് വരാൻ മനസ്സുണ്ടാവൂല, എനിക്കറിയില്ല എന്താ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ ജയറാമേട്ടൻ വരണമായിരുന്നു. കാര്യം ജയറാമേട്ടൻ ആക്കിയതും, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു സൗഹൃദം എന്ന് പറയുന്നതൊക്കെ തന്നെയായിരുന്നു മലയാളികളുടെ ഉള്ളിലെ വലിയൊരു സന്തോഷമായിരുന്നു, നിങ്ങളെയൊക്കെ ഒരുമിച്ച് കാണുക എന്ന് പറയുന്നത്. അതൊക്കെ നമ്മളെ സംബന്ധിച്ചൊക്കെ വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അപ്പൊ എന്തായാലും അതിന് വരണമായിരുന്നു. അതിനകത്ത് ഫ്ലൈറ്റ് കിട്ടിയില്ല, ടിക്കറ്റ് വന്നില്ല, മോൻ എഴുന്നേറ്റില്ല എന്നൊന്നും പറയുന്ന ഒരു റീസണായ കാര്യമല്ല. സോ പിന്നെ അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്, വരണോ വരണ്ടായോ എന്നുള്ളത്. അപ്പോ നമ്മൾ അടുത്തൊരു പരിപാടിയിലേക്ക് പോകാം. അവനെ അന്വേഷിച്ച് സ്റ്റേഷനിലെത്തിയ ഗർഭിണിയെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് എന്നുള്ളതാണ് അടുത്ത ന്യൂസ്. ഓക്കെ, ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പോരാടിയാണ് എനിക്കിപ്പോൾ ഈ ദൃശ്യം എൻ്റെ കയ്യിൽ കിട്ടിയത്. ഇത്രത്തോളം വേദന ഞാൻ ഈ നിമിഷം വരെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇത്രയും ഞാൻ കാല് പിടിച്ചു പറഞ്ഞു, ഈ 2 കുഞ്ഞുങ്ങളായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സാറേ, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതിനകത്തിന് എന്താ കാണാനുള്ളത്? നമ്മൾ എത്ര ന്യൂസുകൾ കണ്ടു. ഈ പോലീസുകാരുടെ ഇമ്മാതിരി തന്തയില്ലാത്ത പ്രവർത്തികളെ ചൊല്ലി നമ്മൾ എത്ര ന്യൂസ് കണ്ടു, നമ്മൾ എത്ര വാർത്ത കേട്ടു. ഇതിപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്റ്റേഷനിൽ ഗർഭിണിയായി വന്ന ഒരു സ്ത്രീനെ ഇനി അവരുടെ ഭർത്താവ് എന്തോ ചെയ്തോട്ടെ, ഇനി എന്തോ ചെയ്യട്ടെ, എന്തായാലും ബ്രൗൺ ഷുഗർ വിൽക്കുന്നവനെയും കൊലപാതകം നടത്തുന്നവനെയൊക്കെ എന്താ ചെയ്യുന്നേ? ഇത് നിങ്ങൾ കാണിച്ചത് ഒരു പോക്രിത്തരം തന്നെ ആയിന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗർഭിണിയായ ഒരു സ്ത്രീനെ, അവരുടെ കയ്യിലൊരു കൈക്കുഞ്ഞുമായി നിൽക്കുന്ന ഒരു സ്ത്രീനെ
ഒരു പോലീസുകാരനാണ് മർദ്ദിച്ചത്, അത് ചെവുക്കന്നെ നോക്കി അത്രയും ആൾക്കാർ നിൽക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട്. അപ്പൊ അവൻ എന്ത് ധൈര്യമായിരിക്കും കാണിച്ചത്? അത് ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ള ധൈര്യം അല്ലെ? ഇനി ഇതൊന്നും ചോദിക്കാനും പറയാനും ഇതൊന്നും എവിടെ എത്തില്ല എന്നുള്ള ധൈര്യം. ഇതെത്തിയില്ല. ഇത് ന്യൂസ് നടന്നത് കഴിഞ്ഞ വർഷം, അതായത് കൃത്യമായി പറഞ്ഞാൽ 2024-25 ഈ കേസ് ഉണ്ടാവുന്നത്. ഇതിപ്പോഴാ ഈ ന്യൂസ് ഒക്കെ പുറത്തു വന്നത് അല്ലെ? ഈ CCTV ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴാ പുറത്തു വന്നത്. എന്ത് പറയും കാണിക്കാന്ന, കാക്കി കിട്ടാ എന്ത് തന്തയിലഴി കാണിക്കാന്ന. എല്ലാരെയും അല്ല കേട്ടോ, ഒരുമാതിരിപ്പെട്ട എന്റെ പേഴ്സണൽ എനിക്ക് അനുഭവം ഉണ്ട്. എന്ത് തന്തയിലഴി കാണിച്ചു കഴിഞ്ഞാലും നീയൊക്കെ എന്നെ ഞങ്ങളെ ചോദ്യം ചെയ്തില്ലയോ, ഞങ്ങളുടെ മുമ്പിൽ കൈ നീട്ടിയില്ലയോ, കൈ വണ്ടിക്ക് വിടായോ? എനിക്കറിയാൻ മേലാതെ ചോദിക്കുക. ഇതെന്തോ കുടുംബത്തിൽ നിന്ന് കൊടുക്കുന്ന കാശ് വല്ല വന്നു ശമ്പളം എന്ന് പറഞ്ഞ്. എടോ, ഞങ്ങൾ കാറ് മേടിക്കുമ്പോഴും വീട് വെക്കുമ്പോഴും ഞങ്ങൾ ഇല്ലാത്ത പണം മുടക്കി ഓരോന്ന് ചെയ്യുമ്പോഴും അന്ന് ടാക്സും മയിലും മഞ്ഞളെന്ന് പറഞ്ഞിട്ട് ഈ കൊനയ്ക്കുന്ന കാശായി തണ്ടുവന്ന് ശമ്പളം എന്ന് പറയും തരുന്നത്. അത് മനസ്സിലാക്കണം നിങ്ങൾ ആദ്യം. ഈ സാധാരണക്കാരൻ മേടിക്കുന്ന കള്ളിന്റെ വിലയും ഒരു തരത്തിലുള്ള കമ്മീഷനാണ് നിങ്ങളുടെ ഈ ശമ്പളം. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അത് ഇപ്പോഴാണ് ഈ പറഞ്ഞ ഈ ന്യൂസ് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാല് പുറത്തേക്ക് വന്നത്. ഇതുവരെയും ഒരുപാട് ബ്ലോഗർമാരുണ്ടല്ലോ കിടക്കുന്നതും ഇങ്ങനെ ഇരിക്കുന്നതും ഇങ്ങനെ കിടക്കുന്നത്, ഒരുപാട് തരത്തിലുള്ള ബ്ലോഗർമാർ മലയാളത്തിലുണ്ടല്ലോ. ഇതിനെപ്പറ്റി ആരും പ്രതികരിച്ച് ഞാൻ കേട്ടിട്ടില്ല. സോ എന്തായാലും ഇനി പ്രതികരിക്കാൻ ആൾക്കാരുണ്ടാവട്ടെ. നമ്മുടെ നാട്ടിലാണ് നടന്നത്, കേരളത്തിലാണ് നടന്നത്, അത് ആലോചിക്കുക. ബീഹാർ അല്ല, UP അല്ല, എന്താ ആവട്ടെ. അപ്പോ അടുത്തൊരു തന്തയിലാഴിയിലേക്ക് പോവാം. നമ്മൾ ഈ ചാനൽ തുടങ്ങിയപ്പോൾ വിചാരിച്ചത് നമ്മൾ അങ്ങനത്തെ ഉള്ളൊരു വർത്താനം പറയരുത്. എന്നാലും പോട്ടെ, തന്തയില്ലാത്തവന്മാർ വന്നാൽ പിന്നെ തന്തയിലാഴി അല്ലാതെ എന്തോ പറയും നമ്മള്. അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ ഇവന്മാരെ കൊണ്ടുകിടന്ന് മേടിച്ചു കൊറാ. ഇവന്മാരെ കൊണ്ടുകിടന്ന് കൊണ്ടുപോയി ജയിലിലിട്ട് നല്ല ബിരിയാണിയും ഉച്ചയ്ക്ക് ഒരു ക്വാർട്ടറും നിനക്ക് പറ്റുമെങ്കിൽ കുനിഞ്ഞു നിന്നുകൊണ്ട് 3-4 പോലീസുകാര് ഒരുത്തനെ കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോകുമ്പോ അവൻ അത്രയും ധൈര്യത്തോടെ ഇത് വിളിച്ചു പറഞ്ഞ ഒരുത്തനെയാണ് ആ മർദ്ദിക്കുന്നത്. മനസ്സിലായ? ഇവൻ എന്തോ പ്രായമുണ്ട്. ഈ പിഴച്ച തായവിളിക്ക് എന്തോ പ്രായമുണ്ട്. ഇന്നലെ കൊടുത്ത വാണത്തിലുണ്ടായി താഹളിക്ക് എന്ത് പ്രായമുണ്ട്. നല്ല പോലീസുകാരാണ് എന്തെന്ന് അറിയാവോ? ആ പുറകെ പോണവന്റെ ഹെൽമെറ്റ് ഇട്ടിട്ട് ഇവന്റെ തല്ലക്കൊരെണ്ണം കൊടുത്തിട്ട് പറയണമായിരുന്നു വരുന്ന വഴിക്ക് അവൻ കസ്റ്റഡിയിൽ മരണപ്പെട്ടു പോയത് തായവിളിയൊക്കെ. ഇവനെയൊക്കെ വിട്ടിട്ട് ഇവനെയൊക്കെ വെറുതെ വിട്ട് ഇവനെയൊക്കെ വെറുതെ വിടും. മനസ്സിലായോ? ഇവനെയൊക്കെ വെറുതെ വിടും. നാളെ ഇവനൊക്കെ എന്ത് ചെയ്യുമെന്ന് അറിയാവോ? നാളെ ഇവനൊക്കെ പോയി ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ പോയി അവരതും ഉണ്ടാക്കി പെണ്ണുങ്ങളെയും പിടിച്ച് നാട്ടിലെ 10 പേരെ കുത്തി പേരെടുത്ത് വരും. ബെൻസ് കാറി വരുമേ, ഞങ്ങൾ ബെൻസ് കാറി വരും. കൊന്നു കളടാ കൂടി മക്കളെയൊക്കെ കൊന്നുകളാ. ഇതിനായി താഴെയൊക്കെ വെച്ചോണ്ടിരിക്കുന്നത്. ഇവനൊക്കെ കൊന്നുകളാ. പ്രഷറായി. സത്യം പറഞ്ഞാൽ ഈ പരിപാടി നമ്മൾ ആദ്യമേ ഇങ്ങനത്തെ ഒരു പരിപാടി നമുക്കൊരു ഓൾറെഡി ഭയങ്കര മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്ത പരിപാടിയാണ്. പക്ഷെ സത്യം പറഞ്ഞാണ്ടല്ലോ ചില തന്തയിലാഴികൾ കാണുമ്പോൾ അങ്ങോട്ട് തലക്കകത്തോട്ട് തീ കയറും. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ തന്നെ. സോ എനിവേ എന്തായാലും ഇതേപോലെയുള്ള നല്ല മുഴുത്ത അപരാധങ്ങളുമായിട്ട് നമ്മൾ എന്തായാലും ഇനി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കേരള ജനക്കൂട്ടം തന്നെയാണ്, പക്ഷെ വെള്ളാട്ട് പോക്കർ കേരള ജനക്കൂട്ടം. സോ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ടിൽ നിങ്ങൾക്ക് അത് അയച്ചു തരാം. നിങ്ങൾ അയച്ചു തരുന്ന എന്തുമായിക്കോട്ടെ, എന്ത് കേസിലുള്ള പരിപാടിയും നമ്മളത് അറ്റൻഡ് ചെയ്യും. നമ്മളെ കൊണ്ട് പറയാൻ പറ്റുന്നത് പോലെ നമ്മൾ അതിനെ പ്രതികരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ പ്രതികരിക്കുള്ളൂ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. മറ്റേ അലൻ ജോസ് പെരേരയുടെ കുണ്ണ പൊങ്ങിയില്ല, അലൻ ജോസ് പെരേരയുടെ കൂടെ 2 വെടികൾ വന്നു, അതൊന്നും അയച്ചു തരല്ലേ. നിങ്ങൾ കാര്യങ്ങൾ പോലെ പറഞ്ഞാൽ, അല്ലെങ്കിൽ കാര്യങ്ങൾ മാറ്റർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അതിനെ പ്രതികരിക്കും. സോ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2026 വരാൻ പോകുന്നു. 29 തികഞ്ഞ കുട്ടച്ചി മക്കൾക്കെല്ലാം 30 വയസ്സാവാൻ പോകുന്നു. നിങ്ങളൊക്കെ അങ്കിൾമാരാവാൻ പോകുന്നു. പിന്നെ അപ്പോ എല്ലാവർക്കും ഒരു നല്ല പുതുവർഷ ദിനം നേർന്നുകൊണ്ട് നിങ്ങളുടെ കൂടെ 2026 മുതൽ ഞാനും ഉണ്ടാകും. എന്നെയും കൂടെ കൂട്ടണേ.